ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് സാർ വന്നിരിക്കുന്നത് വിമൻ കാസ്റ്റ് ആൻഡ് റീഫോം എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് വീഡിയോ കാണുക. ഇതിൽ നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പരിചയപ്പെടാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം അല്ലെ. നമ്മുടെ ഓരോ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത്, ഹൗ ഡിഡ് റിഫോമേഴ്സ് ബ്രിങ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി? സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് റിഫോമേഴ്സ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് അവിടെ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിഫോമേഴ്സ് ബ്രോഡ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി ബൈ പെർsuading പീപ്പിൾ ടു ഗിവ് അപ്പ് ഓൾഡ് പ്രാക്ടീസസ് ആൻഡ് അഡോപ്റ്റ് ന്യൂ വേ ഓഫ് ലൈഫ്. റിഫോമേഴ്സ് എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്? ആ ഒരു ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന പലതരത്തിലുള്ള ലെവൽ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ വേ ഓഫ് ലൈഫ് അഡോപ്റ്റ് ചെയ്യാൻ പീപ്പിൾസിനോട് എന്ത് ചെയ്യാണ് ഈ പറയുന്ന റിഫോമേഴ്സ് അവർക്ക് എന്താ പറയുക, മോട്ടിവേഷൻ കൊടുക്കാൻ, അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള അവയർനെസ് ഒക്കെ കൊടുക്കാൻ ആര് ചെയ്യുന്നത്? സോഷ്യൽ റിഫോമേഴ്സ് ചെയ്യുന്നത്. അതിലൂടെ സോഷ്യൽ ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ചസ് പോസിബിൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം, വാസ് കേശവ് ചന്ദ്ര സെൻ? ആരാണ് കേശവ് ചന്ദ്ര സെൻ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. കേശവ് ചന്ദ്ര സെൻ വാസ് വൺ ഓഫ് ദ മെയിൻ ലീഡർ ഓഫ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജിലെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ആയിരുന്നു കേശവ് ചന്ദ്ര സെൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. ബ്രഹ്മസമാജ് ആരാണ് ഫൗണ്ട് ചെയ്തതെന്നൊക്കെ മക്കൾക്ക് അറിയാം. അത് കമന്റ് ബോക്സിൽ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. സാർ അത് ആഡ് ചെയ്യുന്നില്ല ഇവിടെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, were known as വൈശ്യാസ്. ആരാണ് വൈശ്യാസ് എന്നറിയപ്പെട്ടിരുന്നത്? അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് വൈശ്യാസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് മക്കളെ? വൈശ്യാസ് നമ്മൾ കോമൺ ആയിട്ട് ട്രേഡേഴ്സും മണി ലെൻഡേഴ്സും വരണോണ് വൈശ്യാസ് അല്ലേ. നമ്മൾ ആ ഒരു കാറ്റഗറി ഒക്കെ മക്കൾ ഓർമ്മിച്ച് നോക്കണം. വൈശ്യാസ് എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് BK-VS എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കോഡൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിലെ തേർഡ് പൊസിഷനിലായിരുന്നു ഈ പറയുന്ന വൈശ്യാസ് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ വൈശ്യാസ് ഉണ്ടായിരുന്നത് തേർഡ് പൊസിഷനിലായിരുന്നു. അത് ആരൊക്കെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും? ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ആണ് വൈശ്യാസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് മുംതാസ് അലി? മുംതാസ് അലി വാസ് എ സോഷ്യൽ റിഫോമർ ഹു റീഇൻറ്റർപ്രറ്റ് വേഴ്സസ് ഫ്രം ഖുർആൻ ടു ആർഗ്യൂ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ. വിമൻ എഡ്യൂക്കേഷന് വേണ്ടി എന്ത് ചെയ്യാണ് നമ്മൾ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ഒക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമറാണ് മുംതാസ് അലി എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനെ റീഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വിമൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാണ് ആര് ചെയ്തിട്ടുള്ളത്? മുംതാസ് അലി ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹു പബ്ലിഷ് ദ ബുക്ക് നെയ്മഡ് സ്ത്രീ പുരുഷസ്തുലന, വാട്ട് ഇസ് ഇറ്റ് അബൌട്ട്? ആരാണ് സ്ത്രീ പുരുഷസ്തുലന എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? എന്താണ് ആ ഒരു ബുക്കിലൂടെ, സ്ത്രീ പുരുഷസ്തുലന എന്ന് പറയുന്ന ബുക്കിലൂടെ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മെസ്സേജസ് തരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് തീമാണ് അതിൻ്റെ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താരാഭാഷിൻ്റെ പബ്ലിഷ് ചെയ്ത സ്ത്രീ പുരുഷസ്തുലന. അപ്പോൾ സ്ത്രീ പുരുഷസ്തുലന എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആരാണ്? താരാഭാഷിൻ്റെയാണ്. ഇനി എന്താണ് അതിൻ്റെ മെയിൻ എന്താ പറയുക, ആ ഒരു ബുക്കിലെ മെയിൻ തീം എന്ന് പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് സോഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെൻ ആൻഡ് വിമൺ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സോഷ്യൽ ഡിഫറൻസസ് എന്താണ് എന്നാണ് ഈ ഒരു ബുക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. താരാഭാഷിൻ്റെയാണ് ഈ പറയുന്ന ബുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു പീപ്പിൾ വ്യൂ ലെതർ വർക്കേഴ്സ് വിത്ത് കണ്ടംപ്റ്റ്? എന്തുകൊണ്ടാണ് പീപ്പിൾ ലെതർ വർക്കേഴ്സിന് കണ്ടംപ്റ്റ് ആ ഒരു എന്തുകൊണ്ടാണ് കണ്ടിരുന്നത്, മോശമായിട്ടൊക്കെ എന്തുകൊണ്ടാണ് കണ്ടിരുന്നത് എന്ന് ചോദിക്കും. നമ്മളവിടെ കൃത്യമായിട്ട് അവിടെ ആൻസർ വന്നിട്ടുള്ളത്, ലെതർ വർക്കേഴ്സ് ഈ പറയുന്ന ആനിമൽസിൻ്റെയൊക്കെ എന്താ പറയുക, ഡെഡ് ആനിമൽസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ള എന്താണ്, അതിൻ്റെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായിട്ടാണ് കണ്ടിരുന്നത്, കണ്ടംപ്റ്റ് ആയിട്ടാണ് പീപ്പിൾസ് കൺസിഡർ ചെയ്തിരുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് വിദോസ് ഹോം അറ്റ് പൂന ഹെൽപ്പ് വിദോസ്? വിദോസിന് എങ്ങനെയാണ്, പൂനെയിലെ വിദോസ് ഹോം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഈ ട്രെയിൻ ദം ടു ദാറ്റ് ദേ കുഡ് മാനേജ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ദംസെൽവ്സ്. ഈ പറയുന്ന പൂനെയിലുണ്ടായിട്ടുള്ള വിദോസിനെ പ്രൊമോട്ട് ചെയ്യാനും വിദോസിൻ്റെ എംപവർമെൻറ്റിനൊക്കെ വേണ്ടിയാണ് വിദോസ് എന്ത് ചെയ്തിട്ടുള്ളത്, വിദോസ് ഹോം പൂനെയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ വിദോസിന് എന്താ പറയുക, അവർക്ക് എന്താ പറയുക റിലയൻസ്, അല്ലെങ്കിൽ അവർ തന്നെ സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനും ഫിനാൻഷ്യലിയും അവർ തന്നെ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലി അവർക്ക് തന്നെ എന്ത് ചെയ്യണം, കുറച്ചും കൂടി മുമ്പോട്ട് വരാനും പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ഒരു സ്ഥാപനം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹുവർ മഡ്ഗാസ്? ആരാണ് മഡ്ഗാസ്? വെർ എക്സ്പെർട്ട് അറ്റ് ക്ലീനിങ് ഹൈറ്റ്സ്, ടാനിങ് ഫ്രം ദം യൂസ് സ്യൂഡിങ് സാൻഡിൽസ്. നമ്മൾ ഈ പറഞ്ഞ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഗ്രൂപ്പാണ് എന്ത് മഡ്ഗാസ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വൈ വാസ് രാമസ്വാമി നായ്ക്കർ critical of national movement and Hindu scriptures? എന്തുകൊണ്ടാണ് ഈ രാമസ്വാമി നായ്ക്കർ ഓൾസോ നോൺ ആസ്
ഡാഷ് എന്ന് സാർ പറയുന്നു. എന്താണെന്നുള്ള മക്കൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നാഷണൽ മൂവ്മെൻറ്റിലെയും അതുപോലെ തന്നെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലേക്കുള്ള ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏർലിയർ ടൈമിൽ ഇദ്ദേഹം എന്തായിരുന്നു, നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദെൻ അവിടെ ഉണ്ടാവുന്ന കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാവുന്ന കാസ്റ്റ് ബേസ് സിറ്റിംഗ് പൊസിഷൻസിലൊക്കെ ആര് വെറീഡ് ആവുന്നുണ്ട്, ഈ രാമസ്വാമി നായ്ക്കർ വെറീഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി അദ്ദേഹം എന്തിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ലോവർ കാസ്റ്റിന് മേലെ അപ്പർ കാസ്റ്റിൻ്റെ ആ ഒരു ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്ത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയുക കോഡ് ഓഫ് മനു ആണെങ്കിലും അല്ലെങ്കിൽ ആൻഷ്യൻ ലോ ഗിവേഴ്സ്, ദെൻ ഭഗവത ആണെങ്കിലും രാമായണ ആണെങ്കിലും അതൊക്കെ ഈ പറയുന്ന ഹയർ കാസ്റ്റിൻ്റെ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്, ഈ രാമസ്വാമി നായ്ക്കർ ആർഗ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ബ്രാഹ്മിൻസിന് ലോവർ കാസ്റ്റിന് മുകളിൽ ഡോമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിമൻസിന് മേലെ ഡോമിനേറ്റ് ചെയ്യുന്നതും ഒക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ പറയുന്ന സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്ക്രിപ്റ്റേഴ്സിനൊക്കെ ഒപ്പോസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് രാജ രാമമോഹൻ റോയ് ഡു ടു എൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി നിർത്തലാക്കാൻ രാജ രാമമോഹൻ റോയ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന എന്താണ് പറയുക, വിധോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ ആ ചിതയിൽ ചാടി മരിക്കണം എന്നൊരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എൻറ്റയർ ഇന്ത്യ അല്ല, എന്താ പറയുക സം പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൾച്ചറൊന്നുമല്ല, അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആർഗ്യൂ ചെയ്തിരുന്ന ഒരു ലീഡർ ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു രാജ രാമമോഹൻ റോയ്. അതിനുവേണ്ടി അദ്ദേഹം ബ്രഹ്മ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയത്തെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ ആരും കൂടി എതിർക്കുന്നുണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സും കൂടി ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫൈനലി നമുക്ക് കാണാൻ പറ്റും 1829 ലോർഡ് വില്യം ബെൻറ്റിങ്ങിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സതി ബാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന സതിയെക്കുറിച്ചുള്ള സതിയുടെ പ്രോബ്ലംസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും, രാജ രാമമോഹൻ റോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ത്രൂ എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് കൃത്യമായി സാറിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്. അവിടെ കൃത്യമായിട്ട് പോയിന്റ്സ് നമ്മൾ ബാക്കിൽ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, വായിച്ചു പോകണം. ആ പോയിന്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എക്സ്പ്ലനേഷനാണ് സാർ. ലാസ്റ്റ് കുറച്ച് ലെങ്തി പോയിന്റ്സ് അല്ലേ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മക്കൾ കുറച്ചും കൂടി എളുപ്പമാവുന്ന പറഞ്ഞാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. What do you know about Tarabashinde and Pandit Ramabai? What did they do for improving condition of women? Women'sന്റെ എന്താ പറയുക കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ താരബാഷിൻ്റെ ആണെങ്കിലും പണ്ഡിത് രമാഭായ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് വിമൺ എംപവർമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിമൻസിൻ്റെ അവരുടെ ട്രാജിക് കണ്ടീഷൻസിനെ അവർക്ക് ഓവർകം ചെയ്യാൻ, അവർക്ക് സർവൈവ് ചെയ്യാൻ ഈ പറയുന്ന രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സും ലൈക്ക് താരബാഷിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പണ്ഡിത് രമാഭായ് ആണെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് ത്രൂ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, താരബാഷിൻ്റെ വാസ് എ വുമൻ ഗോട്ട് എഡ്യൂക്കേഷൻ അറ്റ് പൂന ഹോം. ഷീ ഈസ് ബെറ്റർ നോൺ ഫോർ പബ്ലിഷിംഗ് ബുക്ക് നെയ്മഡ് സ്ത്രീ പുരുഷ തുലന, മീനിങ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ. ഷീ ഈസ് ഇൻ ദിസ് ബുക്ക് ക്രിറ്റിസൈസ് ദ സോഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും താരബാഷിൻ്റെ പറയുമ്പോൾ അത് അവരറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിൽ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞ താരബാഷിൻ്റെ എന്ന് പറയുന്ന വനിത കൃത്യമായിട്ടും ഈ പറയുന്ന പൂന ഹോംലിസ്റ്റാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആവുന്നതും ആ ഒരു നോളജ് അവർക്ക് ഉണ്ടാവുന്നത്. ദെൻ അവർ ഈ സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ടും സോഷ്യൽ സിറ്റുവേഷനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബുക്ക് വായിക്കുന്ന അതർ റീഡേഴ്സിനും എന്തുണ്ടാവുന്നില്ല, അതർ വിമൻസിനും എന്ത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളിപ്പോഴും ഇനീക്വാലിറ്റീസ് ആണ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ ഡിഫറൻസസിന് കൃത്യമായിട്ടും അല്ലെങ്കിൽ മെൻ ആൻഡ് വിമൻ തമ്മിലുള്ള ഡിഫറൻസസിനെ കൃത്യമായിട്ടും ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് താരബാഷിൻ്റെ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി പണ്ഡിത് രമാഭായിലേക്ക് നമ്മൾ പോകുമ്പോൾ was a greater scholar of Sanskrit. She found Hinduism very oppressive towards women and wrote a book about the pathetic condition of women belonging to upper caste. Upper casteൽപ്പെട്ട വിമൻ സഫർ ചെയ്തിട്ടുള്ള പാത്തറ്റിക് കണ്ടീഷനെ കുറിച്ച് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പണ്ഡിത് രമാഭായ് എന്ന് പറയുന്നത്. ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബോംബെയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേയധികം ആക്ടിവിറ്റീസ് ആരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്, പണ്ഡിത് രമാഭായിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. വിമൻ എംപവർമെന്റ് ആണ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വിമൻ ആണ് ആരുടെ മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ എന്താ പറയുക എയിം എന്ന് പറയുന്നത് താരബാഷിൻ്റെ മെയിൻ എയിം എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ
നമുക്ക് ഈ ബുക്കിലുള്ള കാര്യം ഈ പോയിന്റുള്ള കാര്യങ്ങൾ തന്നെ നോക്കാം. ഷീ സ്റ്റാർട്ടഡ് വിദോസ് ഹോം അറ്റ് പൂന, പ്രൊവൈഡഡ് ഷെൽട്ടർ ടു വിദോസ് ഹു ഹാഡ് ബീൻ മാൽട്രീറ്റഡ് ബൈ ദ ഹസ്ബൻഡ് റിലേറ്റീവ്സ്. വിദോസിന് വേണ്ടി പൂനെയിൽ എന്ത് ചെയ്തു, ഒരു ഹോം കൺസ്ട്രക്ട് ചെയ്തു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഷെൽട്ടർ കൺസ്ട്രക്ട് ചെയ്തു. അതെന്തിനു വേണ്ടിയായിരുന്നു? വിദോസ് എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വിദോസ് സഫർ ചെയ്തിട്ടുള്ള അവരുടെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ ഫാമിലീസിനും ഭർത്താക്കന്മാർ മരിച്ചാൽ അവരുടെ ഫാമിലീസിനും ട്രീറ്റ് ചെയ്യുന്നുള്ള എന്താ പറയുക വളരെ ക്രൂരമായിട്ട് അവർ ട്രീറ്റ് ചെയ്തിരുന്ന എതിരായിട്ടാണ് ഈ പറയുന്നത്. അവർക്ക് ഒരു എന്ത് വേണം, ഷെൽട്ടർ ആയിട്ട് അവർക്കൊരു എന്താ പറയുക അവരെ സേവ് ചെയ്യാനുള്ള ഒരു ഇടമായിട്ടായിരുന്നു ഈ ഒരു പൂന ഹോം ആര് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആര് ബിൽഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ പറഞ്ഞ പണ്ഡിത രമാഭായ് ബിൽഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ വിമൻ ഗിവൺ ട്രെയിനിങ് ടു മേക്ക് ദം സെൽഫ് ഡിപ്പെൻഡൻസ് ആവാനോ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്തിരുന്നു? ഈ പറയുന്ന പൂന ഹോമിൽ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ചാപ്റ്റർ അതായത് വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നല്ല കിഡ്ലൻ ചാപ്റ്റർ ആയിരുന്നു. അന്ന് നമ്മുടെ സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന റിഫോം നടത്തിയിട്ടുള്ളത്, ഇന്ന് കാണുന്ന ഒരു സൊസൈറ്റി ആയിട്ട് എങ്ങനെ ബിൽഡ് ചെയ്തു, 200 വർഷങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ എല്ലാ മക്കളും പഠിച്ചു വെക്കുക. ഇതുപോലെ ഇനിയുള്ള ചാപ്റ്റേഴ്സിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സാർ 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ് എന്ന് സാർ ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ മക്കൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആരാണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മക്കൾ എന്ത് ചെയ്യണം, അവിടെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണം. ഒരു ചോദ്യം കൂടി സാർ എന്ത് ചെയ്തിരുന്നു, ചോദിച്ചിരുന്നു അല്ലേ. A.V. രാമസ്വാമി നായ്ക്കർ എന്ത് പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു എന്നും കൂടി സാർ ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.